ഹലോ എസ് എ പ്രോപ്പർട്ടി നമ്മുടെ ചാനൽ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് മനോഹരമായിട്ടുള്ള 1100 ഏക്കർ തപ്പിപ്പിടിച്ച് തമിഴ്നാട് എത്തി വിലക്കുറവിൽ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന ഈ തോട്ടം എടുക്കാൻ വേണ്ടി ഒരുപാട് ഓടിയാണ്. ഇത് വെറും 10 ലക്ഷം രൂപയാണ് പാർട്ടി ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ചുറ്റുഭാഗം റോഡ്, 2 പഞ്ചായത്തുകൾ ചേർന്ന് കിടക്കുന്ന ഈ 110 ഏക്കർ എടുക്കാൻ താല്പര്യമുണ്ടോ? നെഗോഷ്യബിൾ ചെയ്യാൻ പറയുന്നുണ്ട്. ഏക്കറയ്ക്ക് 10 ലക്ഷമാണ് ചോദിക്കുന്നത്. നെഗോഷ്യബിൾ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. വീഡിയോയിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. ഇതിൽ തെങ്ങ്, മാവ്, ജാതി, സർപ്പോട്ട, നെല്ലിക്ക അങ്ങനെ 4 ഐറ്റങ്ങളും കൂടി ചേർന്ന് ഇതിനകത്തോട്ട് റോഡുണ്ട്. ഉള്ളിൽ ഫുള്ള് കറങ്ങാനുള്ള ഓപ്ഷൻ ഉണ്ട്. എല്ലാ ഭാഗവും ചുറ്റി കറങ്ങാം. ഈ ഭൂമിയുടെ 4 ഭാഗവും മെയിൻ റോഡായി കിടക്കുന്ന ഈ ഭൂമി നിങ്ങൾക്ക് സ്വന്തമാക്കണോ? ഉടനെ ബന്ധപ്പെടുക. സ്ക്രീനിൽ തന്നെ നമ്പർ കൊടുക്കുന്നുണ്ട്. ഏത് പാർട്ടി വേണമെങ്കിലും വിളിച്ചോളൂ. അഡ്മിഷൻ എടുത്തതിന് ശേഷം അവരുടെ അടുത്ത് പെർമിഷൻ എടുത്തതിന് ശേഷം നമ്മൾക്ക് അപ്പോയിൻമെൻറ്റ് തരാം എന്ന് പറയുന്നുണ്ട്. 2 ദിവസം മുമ്പ് വിളിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ നേരെ പാർട്ടിയെ കൊണ്ട് സൈറ്റ് കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്ത് പാർട്ടിയെ കൊണ്ട് ഇരുത്തി തരാമെന്നാണ്. 10 ലക്ഷമാണ് ഏക്കറയ്ക്ക് ചോദിക്കുന്നത്. നെഗോഷ്യബിൾ ചെയ്യുക എന്ന് പറയുന്നുണ്ട്. വെള്ളം യഥേഷ്ടം നിറയെ കിണറുകളുണ്ട്, ബോർവെല്ലുണ്ട്. ഏതെന്ന് വേണമെങ്കിലും ഏത് സമയത്ത് വേണമെങ്കിലും വെള്ളം അടിക്കാം. 24 മണിക്കൂറും വെള്ളം അടിച്ചു വിടാം. അവിടെ ഫ്രീ കണക്ഷൻ മോട്ടറാണ്. അപ്പോൾ എല്ലാ ഭാഗത്തും മോട്ടോർ കണക്ഷൻ വെച്ചിട്ടുണ്ട്. 100 ഏക്കർ തെങ്ങും തോട്ടം പിരിച്ചും വെച്ചിട്ടുണ്ട്. നമ്മൾ എടുത്തതിന് ശേഷം പിരിച്ചു കൊടുക്കുകയുള്ളൂ. ഇവർ പിരിച്ചു കൊടുക്കുന്നില്ല. നമ്മൾ എടുത്തതിന് ശേഷം 100, 200, 300 ഏക്കർ വേണ്ടവർക്ക് പിരിച്ചു കൊടുക്കാനുള്ള ഓപ്ഷനും കൂടി അവർ വെച്ചിട്ടുണ്ട്. ഏത് പോർഷനാണ് വേണ്ടത് പറഞ്ഞിട്ട്, മാവാണെങ്കിൽ മാവ്, തെങ്ങാണെങ്കിൽ തെങ്ങ്, സർപ്പോട്ടയാണെങ്കിൽ സർപ്പോട്ട, നെല്ലിക്കയാണെങ്കിൽ നെല്ലിക്ക, ഏത് പോർഷൻ വേണമെങ്കിലും പിരിച്ചു വിൽക്കാൻ വേണ്ടിയുള്ള ഓപ്ഷനും കൂടി അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 110 ഏക്കർ മനോഹരമായി 2 പഞ്ചായത്തിൽ കിടക്കുന്ന ഈ ഭൂമിയെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം അത്രയും കഷ്ടപ്പെട്ട് എടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ കാറിലാണ് യാത്ര ചെയ്ത് എടുത്തിരിക്കുന്നത്. നടന്ന് മതിയായി. ആ കാരണമാണ് കാറിൽ യാത്ര ചെയ്തുകൊണ്ടാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ വ്യക്തമായി അറിയാം. ഇതിൻ്റെ ഇടയിലും നമ്മൾ പറയാത്ത ഐറ്റങ്ങൾ കുറേ ഉണ്ട്. കൊയ്യാക്ക അങ്ങനെയുള്ള സാധനങ്ങൾ, വേറെ എന്തൊക്കെയൊക്കെയോ സാധനങ്ങൾ ഇടയിൽ വെച്ച് കയറ്റിയിട്ടുണ്ട്. ഈ സർപ്പോട്ട തന്നെ ഇഷ്ടംപോലെ കായ് കിട്ടുന്ന ഏരിയയിലാണ് കിടക്കുന്നത്. ഏരിയയല്ല, പ്ലാന്റിൽ തന്നെയാണ് കിടക്കുന്നത്. കുറച്ച് ഇതിവിടെ മാത്രം കാലി ഭൂമി, അത് മാവ് വെച്ചത് പോയതാണ്. മാവിൻ്റെ ഇടയിൽ നമ്മളിങ്ങനെ വേറെ എന്തെങ്കിലും പോഷകങ്ങൾ വെക്കാം. ഇവിടെ നിന്നാണ് മാവും തോട്ടം സ്റ്റാർട്ട് ചെയ്യുന്നത്. വളരെ മനോഹരമായ മാവ് വെറൈറ്റി 100 ചില്ലാനം വെറൈറ്റി മാവുകളാണ് ഇതിനകത്ത് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. ഈ റോഡിൽ കൂടെ പോകുമ്പോൾ പലതരം മരങ്ങളും വേപ്പ് മരങ്ങൾ തണുപ്പിനും വേണ്ടിയും ഇഷ്ടംപോലെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം നമ്മൾ കറങ്ങണം വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും 3 ദിവസം കറങ്ങിയാലാണ് നമ്മൾ നടന്ന് അവിടെ എത്തുകയുള്ളൂ. സുഹൃത്തുക്കളെ, വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാകും. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യൂ, മറ്റുള്ളവരിലേക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കൂ. ഇത് വിലക്കമ്മിയായിട്ടുള്ള സ്ഥലം ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കഷ്ടപ്പെട്ട് നിങ്ങളുടെ മുമ്പിൽ ഈ വീഡിയോ എത്തിയിരിക്കുന്നത്. അടുത്ത വീഡിയോ